RSS പ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി എന്ന തലക്കെട്ടോടെ സിസ്റ്റർ സോണിയ തെരീസ് DSJ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട RSS പ്രവർത്തകരെ, ക്രിസ്തുവിൽ നിങ്ങൾക്ക് സമാധാനം നേർന്നുകൊണ്ട് നിങ്ങളോട് നന്ദി പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദുഷ്ടലാക്കോടെയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ കണക്ക് പുറത്തുവിട്ടതെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നാനാജാതി മതസ്ഥർ അല്പം അമ്പരപ്പോടെയും അസൂയയോടെയും കൂടിയാണ് ആ കണക്കുകൾ വായിക്കുകയും ചർച്ചയാക്കുകയും ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹ ഇന്ത്യയിൽ കാലുകുത്തിയിട്ട് 1973 വർഷത്തോളമായി. എങ്കിലും ഇന്നും ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2% താഴെ നിൽക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മുക്കിലും മൂലയിലും മതപരിവർത്തന കേന്ദ്രങ്ങളോ ആയുധശാലകളോ പണിതുയർത്തുന്ന തത്രപ്പാടിൽ ആയിരുന്നില്ല. മറിച്ച് ഈ രാജ്യത്തിന്റെ ഓരോ കോണിലേക്കും ഇറങ്ങിച്ചെന്ന് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള തീഷ്ണതയിലായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളാണ് നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചെറിയൊരു പരിഭവം ഞങ്ങൾക്കുള്ളത് കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ കണക്ക് പുറത്തുവിട്ടപ്പോൾ ഞങ്ങൾ നടത്തുന്ന അനാഥാലയങ്ങളുടെയും അഗതി മന്ദിരങ്ങളുടെയും ലിസ്റ്റ് നിങ്ങളങ്ങ് മനഃപൂർവ്വം മറന്നത് പൂച്ച കണ്ണടച്ചിരുട്ടാക്കി പാല് കുടിക്കുന്നത് പോലെയാണെന്ന് തോന്നി. പിന്നെ നല്ല വൈദഗ്ധ്യമുള്ള ഒരാളെ ഏൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ അല്പം കൂടി സുതാര്യമായ കണക്കുകൾ പുറത്തുവിടാമായിരുന്നു. ഭാവിയിൽ കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ കണക്കുകൾ വീണ്ടും പുറത്തുവിടുവാൻ നിങ്ങൾക്ക് മോഹമുദിച്ചാൽ കണക്കുകളിൽ പിശക് പറ്റരുത് എന്ന ഉദ്ദേശത്തോടെ ഒരു കൈസഹായം ചെയ്തു തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ ആകെ 174 രൂപതകളിലും 200-ൽ പരം സന്യാസ സമൂഹങ്ങളുടെ വിവിധ ശാഖകളിലുമായി ഇന്ത്യയിലെമ്പാടും 40,000-ൽ പരം സ്കൂളുകളും 400-ലധികം കോളേജുകളും 6 യൂണിവേഴ്സിറ്റികളും കത്തോലിക്ക സഭയ്ക്കുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടാതെ ആരോഗ്യരംഗത്ത് 5 മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 240 മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ത്യയിലെമ്പാടുമായി 85,000-ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കുവാൻ കഴിയുന്ന വിപുലമായ ആശുപത്രി ശൃംഖലയും എണ്ണമറ്റ ചെറിയ ക്ലിനിക്കുകളും കത്തോലിക്ക സഭയ്ക്കുണ്ട്. പലയിടങ്ങളിലായി 5 ലക്ഷത്തോളം വരുന്ന രോഗികളും വൃദ്ധരും ആലംബഹീനരും അനാഥരുമായ മനുഷ്യർ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു. അതായത് ഈ രാജ്യത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ മറ്റേതെങ്കിലും മതസംഘടനകളോ ചെയ്യുവാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങളാണ് ഇന്ന് കത്തോലിക്ക സഭ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നീതി നിഷേധിക്കപ്പെട്ട് അവഗണനയിൽ തുടരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് പതിറ്റാണ്ടുകളായി കത്തോലിക്ക സഭയുടെ ശൈലി. ജനസംഖ്യയുടെ 1.55% അഥവാ 2 കോടിയോളം കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത്. കത്തോലിക്കരുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പേർക്ക് കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾ ഓരോ ദിവസവും പ്രത്യക്ഷമായോ പരോക്ഷമായോ സേവനങ്ങൾ എത്തിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ ഭൂസ്വത്തുക്കളും സ്ഥാപനങ്ങളും കണ്ട് ഒരിക്കലും അസൂയപ്പെടരുത്. കാരണം ഈ ഭൂസ്വത്തുക്കൾ ഞങ്ങൾ ആരുടെയും ഭീഷണിപ്പെടുത്തിയോ വഞ്ചിച്ചോ പിടിച്ചുപറിച്ചോ അന്യായമായി നേടിയതല്ല. വ്യക്തമായി പറഞ്ഞാൽ പ്രധാനമായും 4 വിധത്തിലാണ് കത്തോലിക്ക സഭയ്ക്ക് ഭൂസ്വത്ത് സ്വന്തമായിട്ടുള്ളത്. ഒന്നാമത്തേത് നൽകിയ സഭയുടെയും മിഷണറിമാരുടെയും സാമൂഹിക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ഭരണാധികാരികൾ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിട്ടു നൽകിയ ഭൂസ്വത്തുക്കളാണ്. രണ്ടാമത്തേത് വിശ്വാസികൾ തങ്ങളുടെ അരമുറുക്കിയും പിടിയേരി നൽകിയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. മൂന്നാമത്തേത് കത്തോലിക്ക സഭയുടെ സേവനങ്ങളിൽ സംതൃപ്തരായി പ്രദേശവാസികളായ ഞങ്ങളുടെ പൂർവികർ ദാനമായി നൽകിയതാണ്. നാലാമത്തേത് സ്വാഭാവികമായും വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ്. ഈ 4 വിധത്തിൽ വിവിധ സഭാ സംവിധാനങ്ങളുടെ കൈവശമുള്ള ഭൂസ്വത്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും പൂർണ്ണ അവകാശം എല്ലാ അർത്ഥത്തിലും ഭരണഘടനാപരമായുള്ളതാണ്. കത്തോലിക്ക സഭയുടെ കൈവശമുള്ള ഈ ഭൂസ്വത്തുക്കൾ ഒരിക്കലും നിയന്ത്രിത മേഖലകളാക്കി മാറ്റി ഞങ്ങൾ താഴിട്ട് പൂട്ടിവെക്കാറില്ല. സഭയുടെ ഏത് സംവിധാനങ്ങളുടെ കീഴിലായാലും സമ്പത്തും അധ്വാനവും ഏറിയ പങ്കും നീക്കിവെക്കപ്പെടുന്നത് മതമോ ജാതിയോ ദേശമോ പരിഗണിക്കാതെ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായാണ്. അതായത് എത്രമാത്രം സ്ഥലം എവിടെയൊക്കെ സഭാ സംവിധാനങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത്രമാത്രം സ്ഥാപനങ്ങളും സേവനങ്ങളും അതത് പ്രദേശങ്ങളിലുള്ളവർക്ക് ലഭ്യമാണ് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ കൈവശമുള്ള ഭൂസ്വത്തുക്കളെ ഓർത്ത് ആരുമധികം ബേജാറാകണ്ട എന്ന ഓർമ്മപ്പെടുത്തലോടെ സ്നേഹപൂർവ്വം സിസ്റ്റർ സോണിയ തെരീസ് DSJ എന്ന വാചകങ്ങളോടെയാണ് സിസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർത്തീകരിക്കുന്നത്.